ഉയർന്ന അളവിൽ എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഇന്ധനവില കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടി. സർക്കാർ നീക്കം പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്തെ ഇന്ധന വിതരണത്തെ ഗുരുതരമായി ബാധിച്ച സാഹചര്യത്തിലാണ്. ഇന്ത്യയുടെ ഇന്ധന സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നീക്കം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. ഉയർന്ന അളവിൽ എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു. ഇത് ചരിത്രം തന്നെയാണ്. ഇന്ധനവില കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പുതിയ നടപടി. സർക്കാർ നീക്കം ശരിക്കും പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്തെ ഇന്ധന വിതരണത്തെ ഗുരുതരമായി ബാധിച്ച സാഹചര്യത്തിലാകുമ്പോൾ അത് ഇരട്ടി മധുരം തന്നെയാണ്. ഇറാനിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചത്. അങ്ങനെ ഇന്ത്യയുടെ എണ്ണ വിതരണത്തിന് വലിയ വെല്ലുവിളിയും അതുയർത്തി. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സുപ്രധാന തീരുമാനം വന്നിരിക്കുന്നത്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ആഗോള വിപണിയിലും എണ്ണവില വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഉയർന്ന അളവിൽ എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് തീരുവയാണ് ഒഴിവാക്കിയിരിക്കുന്നത്. E20 മുകളിലുള്ള എഥനോൾ മിശ്രിത ഇന്ധനങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നതിനാണ് ഈ പുതിയ തീരുമാനം. സർക്കാർ വിജ്ഞാപനമനുസരിച്ച് 22 മുതൽ 30% വരെ എഥനോൾ അടങ്ങിയ പെട്രോളിന് ഇനി എക്സൈസ് തീരുവ ഉണ്ടായിരിക്കില്ല. E22, E25, E27, E30 എന്നീ ഇന്ധന വകഭേദങ്ങളാണ് ഇതിന്റെ പരിധിയിലും വരുന്നത്. മാത്രമല്ല E20 മുകളിലുള്ള എഥനോൾ മിശ്രിതങ്ങൾക്ക് ലഭിക്കുന്ന ആദ്യ പ്രധാന സാമ്പത്തിക നീക്കം കൂടിയാണിത്. ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിനോടുള്ള ആശ്രയം കുറയ്ക്കുകയും ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നതും മലിനീകരണമില്ലാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകളെ കൂടുതൽ വളർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഇത്തരത്തിലൊരു പദ്ധതികൾ വ്യാപിക്കുന്നത്. ഇന്ത്യയുടെ എഥനോൾ ഇന്ധന പദ്ധതി ഇതുവരെയും പ്രധാനമായും E20 കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നിലവിലെ ലക്ഷ്യം കൈവരിക്കാനുള്ള അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ അടുത്ത ഘട്ടമായുള്ള അടിസ്ഥാന സൗകര്യങ്ങളും നയപരമായ പിന്തുണയും ഒരുക്കാനുള്ള നീക്കമായാണ് പുതിയ തീരുമാനത്തെ വിദഗ്ധർ വിലയിരുത്തപ്പെടുന്നത്. ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണയാണ് പ്രധാനമായും ഇപ്പോൾ ആശ്രയിക്കുന്നത്. അതായത് കരിമ്പ്, ധാന്യങ്ങൾ തുടങ്ങിയ കാർഷിക അസംസ്കൃത വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന എഥനോളിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നത് ഇറക്കുമതി ചെയ്യുന്ന ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കും. അതിലൂടെ ആഗോള എണ്ണവിലയിലെ വ്യതിയാനങ്ങളിൽ നിന്നുള്ള രാജ്യത്തിന്റെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.